സ്പ്ലിറ്റൊന്നും ആയിട്ടില്ല, നല്ലൊരു സ്പ്ലിറ്റ് കിട്ടിയാൽ ഇറക്കുമെന്ന് പറയണം. ബോഡി കിട്ടാത്തടത്തോളം കാലം അതെ സിനിമ പോയിക്കൊണ്ടേ നിൽക്കും. എല്ലും മാത്രം കിട്ടില്ല. ബോഡി പറഞ്ഞാലും മൂപ്പര് ആസിഡ് കഴിച്ചല്ലോ. അല്ല രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടുള്ളൂ ഇപ്പൊ. വേറൊന്നുണ്ട് പടം, അതല്ല വേറൊന്നുണ്ട്. ആ എല്ല് വെച്ചപ്പോ ഒരാൾ കണ്ടിരുന്ന പറയണത്. മൂന്നാം ഭാഗം എല്ല് വയ്ക്കുമ്പോ ഓൻ പെട്ടെന്ന് തിരിഞ്ഞോണ്ട് അതിന് പടം കഴിയുന്നു. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. അത് നോക്കിച്ചപ്പോ അത് ഞാൻ നോക്കി നോക്കിയ സിനിമയില്. പക്ഷെ പൃഥ്വിരാജ് എന്താ പറഞ്ഞ അറിയോ, സിനിമന്റെ ഇതില് വരുണ് മരിച്ചിട്ടില്ല, തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെയൊക്കെ അറിഞ്ഞു പോകും. പൃഥ്വിരാജ് വരുന്നുണ്ടോ? ഇല്ല, പൃഥ്വിരാജ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഥ. പൃഥ്വിരാജാണ് വരുണിനെ കൊണ്ടുപോയിക്കുന്നത്. അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുക, വെറൈറ്റി ഡിസ്റ്റ് ആക്കുക. ആ മോഹൻലാലിന്റെ കഥ ആയതുകൊണ്ട് മിക്കവാറും പൃഥ്വിരാജ് വരും ചാൻസ് ഉണ്ട്. വരുണ് കൊന്നതും ഇടിച്ചതും കുഴിച്ചതും കണ്ടുകാണ്ട് ലാസ്റ്റ് ഇനി പൃഥ്വിരാജനെ കൊണ്ടുവരല്ലോ ആൾക്കാർക്ക് വേണ്ടി. അങ്ങനെ ഡിസ്റ്റ കൊടുത്ത് ഇറങ്ങി പോകും എല്ലാവരും. ഒറ്റ പോക്കി ആൾക്കാർ രണ്ട് പോലെ ഞങ്ങളെ മണ്ടന്മാരൊക്കെയാണ് ഇനിയിപ്പോ വരുണ് തിരിച്ചിടാണ്. എന്തെല്ലാം ചെക്കനാകെ ഒറ്റ സീന്, പക്ഷെ പടത്തിന് ഫുള്ളോ അവന്റെ പേരാ. ഓനെങ്ങനെ സീനിലാക്കുക? ഒരു പെണ്ണിന്റെ റൂമിൽ കയറിയാണ്ട് വീഡിയോ എടുത്താണ്ട് കുളിച്ചോടത്ത് വീഡിയോ എടുത്താ പിന്നെ സീൻ കൊടുക്കണോ? അത് ശരിയാണ്. അതിലും വലിയ സീന് വേറെ എന്ത് വേണല്ലേ? നല്ല എല്ലും കൂട് വരും തിരിച്ചു വരും. ഇനി അവസാനം അതൊക്കെ ഉണ്ടാവും. അവനെ മരിച്ചത് ശരിക്കും കാണിച്ചിട്ടൊന്നുമില്ലല്ലോ. അമ്മേ ഞാനൊന്ന് ടൂർ പോയതാണ്, ഞാൻ നിങ്ങളോട് ആരോട് പറഞ്ഞില്ല. ലാസ്റ്റ് മോഹൻലാല് ഈ കുറ്റകൃത്യനാവും, അതിന് കേസ് കൊടുക്കും. എന്നിട്ട് നഷ്ടപരിഹാരം ചോദിക്കും. മാനഹാനി കോടീശ്വരനാവും, ബിസിനസ്മാൻ ആവും. അത് കട കഴിഞ്ഞു. സിനിമ ഒക്കെ ചെയ്ത് ഹിറ്റ് ആവും. എന്നിട്ട് ഈ 3 പാർട്ടും കൂടി ഒറ്റ സിനിമയാക്കിയാണ്ട് ഇറക്കും. ആരുടെ രക്ഷപ്പെടും എന്നാ പരിപാടി? അല്ലേ ആകെ പുല്ലാൻ ജിമ്മ് അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ. അതിന് മാത്രം ആളുണ്ടാവില്ല. ആദ്യം ഭയങ്കര രസമായിരുന്നു.